ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് കലിയുടെ വിളയാട്ടാ. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പുക കണ്ടിട്ടേ ഇത് അവസാനിക്കൂ. അതുവരെ പല കാഴ്ചകളും നിനക്ക് കാണേണ്ടി വരും. കരുതിയിരുന്നോ നീ? സുസ്മിതയാ പറയുന്നേ, സുസ്മിത. ലോകത്തുള്ള സകല അച്ഛന്മാരും ഇങ്ങനെയാ. ഉള്ളെല്ലാം വിറ്റുപെറുക്കി മക്കളെ സ്നേഹിക്കും. അത് കഴിയുമ്പോ തന്നെ ഈ പെണ്ണുപിള്ള ഉണ്ടല്ലോ, തന്നെ ഞെട്ടിക്കുന്ന ഒരു പ്രവചനം നടത്തും. ഈ ഇരിക്കുന്ന കൊച്ച് തന്റെ അല്ലാന്നൊരു പ്രവചനം. വെറുതെ തെണ്ടിത്തരം പറഞ്ഞോണ്ടല്ലോ. ഇല്ലെങ്കിൽ ചേട്ടാ ഈ ചേച്ചിയോട് ചോദിച്ചു നോക്ക്, കൊച്ചിന്റെ തന്ത ആരാണെന്ന്. ചേച്ചി പറയും ചേട്ടനല്ല. എന്താണ് പറഞ്ഞേ? ചേട്ടൻ ഈ പിഴ അങ്ങോട്ട് വിട. ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ ഈ പറഞ്ഞൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്ന സത്യങ്ങളാ. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്റെ കൊച്ച് എന്റെ അല്ലാന്ന്. പിന്നെ ഈ ചേച്ചി പറയില്ലേ ചേട്ടന്റെ കൊച്ച് ചേട്ടന്റെ. കള്ളു കുടിച്ചൊന്ന് അനാവശ്യം പറഞ്ഞോ. എന്താ ഇവിടെ ഇവിടെ വരുന്നവരൊക്കെ അപമാനിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഈ കുടിയന്മാരെയൊക്കെ അകത്ത് കയറ്റി ഇരുത്തിയിരിക്കുന്നത്? ചേട്ടാ എന്നെ ഉപദ്രവിച്ചിട്ട് കാര്യമില്ല. ചേട്ടാ ഒന്ന് തിരക്കി നോക്ക്. ഇപ്പൊ തിരക്കി വിവരം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടാമല്ലോ. ചേട്ടാ കയ്യത് ഈ ചേച്ചിയെ കാണണമെന്നറിയാം. എന്റെ ഭാര്യ പോലെ പേരും കള്ളിയാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ കൊച്ചു ചേട്ടന്റെ അല്ലാന്ന്. സത്യം പറയുമ്പോ തല്ലേ നിന്നെ ഞാനിന്ന് കൊല്ലൂടാ, കൊല്ലും. എന്റെ കൊച്ച എന്റെ അല്ലെന്ന് പറഞ്ഞു നീ ആരാടാ? ഇതാണ് ഈ നാടിന്റെ കുഴപ്പം. സത്യം പറഞ്ഞാ സത്യം പറയുന്ന പോലെ കിട്ടുന്നത് തല്ല്. ഈ ഭൂമിയിലുള്ള എല്ലാ ഭാര്യമാരും കള്ളികളാ. ഓ തനിക്കെന്താണോ വട്ടാണോ? തന്റെ ഭാര്യ തന്നെ ചോദിച്ചെന്ന് വെച്ചാ എല്ലാവരുടെയും ഭാര്യമാർ അങ്ങനെയാന്ന് വിചാരിച്ചോ? ഇനി താൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാണ്ടല്ലോ, താനിവിടെ അടികൊണ്ട് കിടന്ന് ഉരുളും. തന്റെ വീട്ടിൽ തന്നെ അച്ഛാന്ന് വിളിക്കുന്ന കൊച്ചി തന്റെ ആണെന്നതിന് വല്ല ഉറപ്പുണ്ടോ? നിനക്ക് അടികൾ കുറവാ. പിടിച്ചോ പുറത്താക്കാം. പിടിക്കരുതെന്ന് പിടിക്കരുതെന്ന് ഇറങ്ങിപ്പോ. ഹോട്ടലിൽ കയറി ഒന്ന് അനാവശ്യം കാണിക്കുന്നോടാ. ഈ സ്ഥാനം പൊട്ടിക്കാനാണോ നിന്റെ ഉദ്ദേശം? താൻ പോടോ. ചേട്ടാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട്. ചേട്ടാ 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 വിടേട്ടാ, വിട്ടേക്ക്. എനിക്ക് അറിയാവുന്നതാ. ഇടാ സുഖമില്ലാത്താളാ, അതുകൊണ്ടാ. അവന്റെ സൂക്കേടൊക്കെ മാറ്റാൻ ഞങ്ങൾക്ക് അറിയാം. അവനെ ശരിക്കും ഞങ്ങളെ അറിയാഞ്ഞിട്ടാ. എന്തിനാടാ ഇങ്ങനെ നാട്ടുകാരെ തല്ലു വാങ്ങുന്നേ? നീ ഒറ്റ ഒരുത്തം കാണണ ഞാൻ ഇങ്ങനെ ആയത്. ചതിയനാടാ, ചതിയനാ നീയൊക്കെ. നീ വാ, നിന്നെ ഞാൻ എവിടെയെങ്കിലും കൊണ്ടാക്കാം. നീ വാ. എന്നെ എവിടെ ആക്കാൻ? എനിക്ക് അങ്ങനെ പറയാനൊരു വീടുണ്ടോ, കുടുംബമുണ്ടോ, സ്വന്തം എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? എനിക്കതുകൊണ്ട് എങ്ങോട്ടും പോവാം, എങ്ങോട്ട് വേണമെങ്കിലും നടക്കാം. ഇവിടെ ആരും ചോദിക്കില്ല. നീ വന്നേ നോക്കി. ശ്യാമ എവിടെ? തൊട്ടുപോലെ തന്നെ. ഏത് ശ്യാമ? എന്റെ ജീവിതം തീർത്തിട്ട് എന്നെ സ്നേഹിക്കാൻ വരുന്നോ? എനിക്കിവിടെ ആരെയും സാധാവൊന്നും വേണ്ട. പ്രത്യേകിച്ച് നിന്റെ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരേ ഒരാളെയാ, അത് നിന്നെയാ. ഞാൻ എവിടെയെങ്കിലും വീണ് ചത്തൊടുങ്ങിയ എന്റെ ശവം പോലും കാണാൻ നീ വന്നേക്കരുത്. കേടാ രോഹിത്തെ, നീ എന്തായി കാണിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, ഭ്രാന്താ. എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചതാ. പോയിക്കോ, എനിക്ക് ആരും വേണ്ട, ആരും വേണ്ട. എല്ലാം ചതിയന്മാരാ. രോഹിത്തെ നോക്ക്, നിന്നെ ചതിച്ച് നിന്നെ ഇല്ലാതാക്കാൻ നോക്കുന്നവർക്ക് മുന്നിൽ നിന്നെ എല്ലാം തികഞ്ഞ ഒരുത്തനാക്കി കാണിക്കുമെന്ന് പറഞ്ഞത് ഈ സുസ്മിതയാ. ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇങ്ങനെ കുട്ടിപ്പിച്ച ആളെ ഇല്ലാതാക്കുന്നതാണോടി നിന്നെ നന്നാക്കലേ? ഞാൻ കുടിക്കുന്നത് എന്റെ കാശുകൊണ്ടാ.
ഇനി മേലാൽ ഞാൻ പോകുന്ന സ്ഥലത്തെങ്ങാനും എന്നെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞു വന്ന ഞാൻ പിന്നെ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. രോഹിത്തെ, നീ ചെന്ന് വണ്ടി കയറ്. ഇവനൊക്കെ നിന്റെ നാശം കാണാൻ വരുന്നതാ. ചെല്ല്. ആരുടെ കൂടെ കൂടിയപ്പോഴാ നീ ഇത്രയും നശിച്ചെന്ന് നീ മനസ്സിലാക്കിക്കോളും. പക്ഷേ അന്ന് നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ഈ ജീവിതം തിരിച്ചു പിടിക്കാൻ നിനക്ക് കഴിഞ്ഞു വരില്ല രോഹിത്തെ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. നിന്റെ ഒന്നും ഒരു സംരക്ഷണവും എനിക്ക് വേണ്ട. പോടാ അവിടുന്ന്. നീ നിന്റെ പാട് നോക്കി പോടാ. ആ ഒരു സംരക്ഷണം വിഷ്ണു, ഇത് കലിയുടെ വിളയാട്ടാ. നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പുക കണ്ടിട്ടേ ഇത് അവസാനിക്കൂ. അതുവരെ പല കാഴ്ചകളും നിനക്ക് കാണേണ്ടി വരും. കരുതിയിരുന്നോ നീ? സുസ്മിതയാ പറയുന്നേ, സുസ്മിത. മതി 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 കഴിക്കുന്ന എങ്ങോട്ട് മതി മതി കഴിക്കേ. നീ ഇരിക്കുന്നില്ലേ? രാഘവേട്ടൻ കഴിക്കേ. വിഷ്ണു വന്നിട്ട് ഞാൻ അവനോടൊപ്പം ഒരുമിച്ചിരുന്ന് കഴിച്ചോളാം. അതോടെ അടച്ചു വെച്ചതാ പോരെ. അവൻ വന്ന് എടുത്ത് കഴിച്ചിട്ട് കിടന്നോളും. അത് വേണ്ട. ബിരിയാണി അവന് വലിയ ഇഷ്ടാ. അതെനിക്ക് തന്നെ അവന് വിളമ്പി കൊടുക്കണമെന്നൊരാഗ്രഹം. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഭാമേ. 2 ദിവസം മുമ്പേ അവന്റെ നേരെ അവന്റെ കാശ് ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ് ചാടിത്തുള്ളി അതേ ഭാമ തന്നെ ആന്നോ അവന് വേണ്ടി ബിരിയാണി കൊണ്ട് കാത്തിരിക്കാൻ തയ്യാറാവുന്നേ? പല മുഖങ്ങളിൽ, പല രൂപത്തിൽ, പല രീതിയിൽ ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്ക് എങ്ങനെയാ ഭാമയെ കഴിയുന്നേ? എനിക്ക് അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞതിൽ അല്പം വിഷമമുണ്ടെന്ന് കൂട്ടിക്കോ. അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് തന്നെ ഈ ബിരിയാണിയും വെച്ചുള്ള കാത്തിരിപ്പ്. എന്റെ മോനല്ലേ, അവൻ എന്നോട് ക്ഷമിച്ചോളും. എത്ര രാത്രിയായാലും അവൻ വന്നിട്ട് ഞാൻ കിടക്കൂ. അവനത് കഴിക്കാൻ മനസ്സിലെങ്കിൽ നീ എന്ത് ചെയ്യും? ഈ ബിരിയാണി കൊണ്ട് നീ ഇവിടെ കാത്തിരിക്കത്തല്ലേ ഉള്ളൂ. ഞാനാണെങ്കിൽ പിന്നെ ഒരു നിമിഷം എന്നോട് നിൽക്കത്തില്ല.